പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് രാവും പകലും. ഒന്ന് ഇരുട്ടും മറ്റൊന്ന് വെളിച്ചവുമാണ്. ചിലപ്പോൾ പകലും രാത്രിയും ഒരുപോലെ തുല്യമായി വരും. ചില സമയങ്ങളിൽ പകല് കൂടും, രാത്രി കുറയും. ചിലപ്പോ ഇപ്പൊ നമ്മളുള്ളതുപോലെ രാത്രി കൂടുതലും പകല് കുറയും. അത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പ്രത്യേകമായ ക്രമീകരണമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. ആ മനുഷ്യ ജീവിതത്തിൽ ഇരുളുണ്ടാകും, വെളിച്ചമുണ്ടാകും. നാം പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോ ഇരുളും വെളിച്ചവും അഥവാ സന്തോഷവും സമാധാനവും സമ്മിശ്രമായിട്ടാണ് ഉണ്ടാവുക. ഒരേപോലെ സങ്കടവും ദുരിതങ്ങളും പ്രയാസങ്ങളും അതോടൊപ്പം സന്തോഷങ്ങളും ഉണ്ടാകും. ആരോഗ്യവും സമ്പത്തും ഉയർന്ന തൊഴിലും അതുപോലെ വരുമാന മാർഗങ്ങളും നല്ല മക്കളുമെല്ലാം ജീവിതത്തിന്റെ വെളിച്ചമാണ്. നേരെ തിരിച്ച് രോഗങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതോടൊപ്പം സാമ്പത്തിക പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളുമെല്ലാം ജീവിതത്തിലെ ഇരുളാണ്, ഇരുണ്ട അവസ്ഥയാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് ജീവിതത്തിൽ രാവും പകലും വരിക, അല്ലെങ്കിൽ സന്തോഷവും പ്രയാസവും ഉണ്ടാവുക, സന്താപവും ഉണ്ടാവുക എന്നുള്ളതിൽ നിന്ന് ആരും ഒഴിവല്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒഴിവുണ്ടായാൽ അതിന് ദുനിയാവെന്ന് പറയില്ല. ഒരു പ്രയാസമില്ലാത്ത, ഒരു ടെൻഷൻ ഇല്ലാത്ത, ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത, അവലാതിയും വേവലാതിയും ഇല്ലാത്ത ലോകം അത് ദുനിയാവല്ല, അത് സ്വർഗമാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവാണോ ആ ദുനിയാവിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ദുനിയാവിന്റെ അടയാളമാണ് പ്രതിസന്ധികൾ ഉണ്ടാവുക, പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായവർ ആരാണ്? അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാരാണ് റബ്ബിന്റെ മഖ്ലൂഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ. ആ അമ്പിയ മുർസലുകളെല്ലാം കടുത്ത ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരാണ്. ലോകത്ത് തന്നെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ എത്രയേറെ വലിയ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ ഹബീബായ തങ്ങൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. മല പോലെയുള്ള വൈതരണികളെ അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ട ചരിത്രം നമുക്കറിയാൻ പാടില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ തൗഹീദിന്റെ മന്ത്രധ്വനികളുമായി കടന്നു വരുമ്പോൾ മക്കയിലുള്ള ഖുറൈശികൾ ഹബീബായ തങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ശുഐബ് അബീ താലിബിൽ 3 വർഷക്കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉപരോധിക്കപ്പെടുകയാണ്. ഖുറൈശികൾ ഓർഡറിടുകയാണ്, ഒരു കാരണവശാലും മുഹമ്മദുമായി യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടാകരുത്. അവർക്ക് വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, ആഹാര പദാർത്ഥങ്ങളൊന്നും കൈമാറരുത്, യാതൊരു തരത്തിലുള്ള ബിസിനസ് ഡീലുകളും പാടില്ല. സമ്പൂർണമായ ഉപരോധം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ രേഖപ്പെടുത്തുകയാണ്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ആധുനിക കാലത്തെ വാർത്തകൾ വായിക്കുമ്പോ ഒരിക്കലും മുസ്ലിമിന് ഒരു നീരസത്തിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നമ്മുടെ മീഡിയകളിലൊക്കെ കണ്ടത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി
അയാൾ പുതിയ ഓർഡർ ഇട്ടിരിക്കുകയാണ്, ഹലാൽ സ്റ്റിക്കറുകളുള്ള അല്ലെങ്കിൽ ഹലാൽ ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങരുത്, അത് ബഹിഷ്കരിക്കണം, അത് രാജ്യത്തെ സനാതന മൂല്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിങ് ആണെന്ന് പറയുമ്പോ ഈ ഉപരോധം അത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഇതുവരെ ചരിത്രം രേഖപ്പെടുത്തുന്നത് തൊണ്ട നനയ്ക്കാൻ ഒരു വെള്ളമില്ലാതെ പച്ചിലകൾ പിഴിഞ്ഞ് അതിന്റെ ചാറുകൾ കൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൊണ്ട നനച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് മക്കയിലെ അവസ്ഥയാണെങ്കിൽ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, കാന യമറു ബിആലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലുൻ തുമ്മ ഹിലാൽ ലാ യുഖദു ഫീ ബുയൂതിഹിം ഷൈഉൻ മിനൻ നാർ ലാ ലിഖുബ്സിൻ വലാ ലിതബീഖിൻ ഹിലാൽ തുമ്മ ഹിലാൽ. മാസങ്ങളോളം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. ലാ യുഖദു ഫീ ബുയൂതിഹിം ഷൈഉൻ മിനൻ നാർ. ഹബീബായ തങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. പട്ടിണിയിലാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യം പറയുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ബിഅയ്യി ശൈഇൻ കാനൂ യഈശൂന യാ അബൂ ഹുറൈറ. 2 മാസങ്ങളോളം അവിടെ ഭക്ഷണം കഴിക്കാതെ ആ സമയത്ത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം ജീവിച്ചിരുന്നത് അബൂ ഹുറൈറ എന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ മറുപടി പറയുന്നു, അൽ അസ്വദാനി അത്തംറു വൽ മാ. തീ പുകഞ്ഞിട്ടില്ല ഹബീബായ തങ്ങളുടെ വീട്ടില് 2 മാസക്കാലം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കടിച്ചു കൂട്ടിയത് പച്ചവെള്ളവും അതുപോലെ പച്ചക്കാരക്കയുമാണ്. അവിടുന്ന് വിഭവങ്ങളായി കഴിച്ച് ജീവൻ നിലനിർത്തിയത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് വിശദീകരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, പലതരത്തിലുള്ള വൈതരണികളെ തരണം ചെയ്യേണ്ടി വന്നു. ഹബീബായ തങ്ങൾക്ക് ഇപ്രകാരമാണെങ്കിൽ മറ്റുള്ള ആ പ്രവാചകന്മാരാരും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ഉലുൽ അസ്മുകളായ പ്രത്യേകം 5 പ്രവാചകന്മാരെ നമുക്കറിയാമല്ലോ. അവരെല്ലാം ജീവിതത്തിൽ വലിയ യാതനകൾ അനുഭവിച്ചവരാണ്, വലിയ പ്രയാസങ്ങളെ ഈമാനിന്റെ മനക്കരുത്തുകൊണ്ട് മനക്കെട്ടിക്കൊണ്ട് ഏറ്റെടുത്തവരാണ്. ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഓരോ പ്രവാചകന്മാർ അവരനുഭവിച്ച യാതന എത്രയാണ്, അവരനുഭവിച്ച വേദന എത്രയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഈസാ നബിയുടെ വീട് വളയുകയാണ് ശത്രുക്കള്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഉടനെ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഇടപെടലാണ് ഈസാ നബിയെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്, രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഭരണകൂടത്തിനെതിരെ, ഭരണകൂട ഭീകരതക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ അങ്ങോട്ട് എത്രയോ പ്രവാചകന്മാരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് സ്ഥാപിച്ചതിന്റെ പേരിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിച്ച് ഒരു മരത്തിന്റെ ഉള്ളിൽ കയറി അഭയം പ്രാപിക്കുമ്പോൾ
ശത്രുക്കൾ വന്നിട്ട് ആ മരത്തെ നെടുകെ ഛേദിക്കുകയാണ്. തല മുതൽ കാല് വരെ ഈർച്ചവാളുകൾ കൊണ്ട് രണ്ട് കഷ്ണമായി ഷഹീദായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. അങ്ങനെ എത്രയോ പ്രവാചകന്മാർ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ചെറിയ പ്രായം മുതലേ എത്രയോ വലിയ പ്രതിസന്ധികളെയാണ് തരണം ചെയ്തത്. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരന്മാരാൽ ഒറ്റപ്പെട്ടു പോവുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ പോയി പൊട്ടക്കിണറ്റിൽ താഴ്ത്തുന്നു. അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക് അതാ യാത്രക്കാരെ വിളിക്കാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിന്റെ സന്നിധിയിൽ വരെ രാജകൊട്ടാരത്തിൽ വരെ എത്തുന്നു. അവിടെ വെച്ച് സലീഹ എന്ന് പറയുന്ന രാജ്ഞി യൂസുഫ് നബിയിൽ ആകൃഷ്ടനാകുന്നു. അവിടെ ആരോപണങ്ങളാണ്, ലൈംഗികാരോപണങ്ങളാണ്, ദുരാരോപണങ്ങളാണ്, ദുഷ്ടാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വലിയ പ്രയാസത്തിലാണ്, ജയിലിലടയ്ക്കപ്പെടുകയാണ്. പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാം അതാ അവിടുത്തെ വലിയ രാജാവായി, വലിയ നേതൃത്വമായി കടന്നു വരികയാണ്. ഈ മഹാന്മാരായ പ്രവാചകന്മാർ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ, റബ്ബിന്റെ ഏറ്റവും അടുത്ത അടിമകളായ ഈ പ്രവാചകന്മാർക്ക് പോലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്, ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നാം നമ്മുടെ റബ്ബിന്റെ തീരുമാനങ്ങളിൽ 100% തൃപ്തിപ്പെടുന്നവരാകണം. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അതിന്റെ പേരിൽ അല്ലാഹുവിനെ പഴിക്കാതെ റബ്ബിന്റെ തീരുമാനമാണല്ലോ അത് ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. 100% അതിനെ തൃപ്തിപ്പെടുന്നവരാകണം. അത് ഈമാനിന്റെ രുചി അറിഞ്ഞവരാണ്. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകാൻ അത് അനിവാര്യമാണ്. ഈമാനിന്റെ രുചി അറിഞ്ഞവരാരാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദാക തഅമൽ ഈമാൻ. ഈമാനിന്റെ രുചി അറിഞ്ഞവരാണെന്നറിയോ? മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ റസൂലാ. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ സന്നിവേശിപ്പിച്ചാൽ അവർ ഈമാനിന്റെ മാധുര്യം അറിഞ്ഞവരാണ്, ഈമാനിന്റെ രുചി അറിഞ്ഞവരാണ്. മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. എന്റെ റബ്ബ് എനിക്ക് എന്ത് വിധിച്ചാലും അത് ഖൈറാണ്. എന്റെ റബ്ബ്, ആ റബ്ബിന്റെ ഏത് തീരുമാനത്തെയും ഞാൻ ശിരസാവഹിക്കുന്നവനാണ് എന്ന മനസ്ഥിതിയുണ്ടായാൽ അത് ഈമാനിന്റെ രുചി അറിഞ്ഞതാണ്. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബിദുല്ലനി അലാ അംരിൻ ഫീഹി റിളാക ഹത്താ അമലഹു. അല്ലാഹുവേ, റബ്ബിദുല്ലനി അലാ അംരിൻ ഫീഹി റിളാക, നിന്റെ തൃപ്തി കിട്ടാനുള്ള, നിന്റെ പൊരുത്തം കിട്ടാനുള്ള ഒരു കാര്യം എനിക്ക് നീ അറിയിച്ചു തരണേ റബ്ബേ. ഹത്താ അമലഹു, എന്നാൽ എനിക്ക് അതുകൊണ്ട് അമൽ ചെയ്യാമല്ലോ, നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എനിക്ക് കഴിയുമല്ലോ. ഫഖാല, അല്ലാഹു തആല മഹാനായ മൂസാ നബിയോട് പറയാൻ, ഇന്ന റിളാഇ ഫീ റിളാക ബിഖളാഇ, എന്റെ തീരുമാനങ്ങളെ, എന്റെ ഖളാഇനെ നീ തൃപ്തിപ്പെട്ടാൽ അതാണ് എന്റെ പൊരുത്തത്തിനുള്ള ഏറ്റവും വലിയ അമലെന്ന് അല്ലാഹു തആല മഹാനായ കലീമുല്ലാഹി മൂസാ
അലൈഹിസ്സലാമിനോട് പറയാണ്, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ അവിടെയൊന്നും ഒരിക്കലും പതറരുത്. നാം ജീവിതത്തിലെ ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് നേട്ടമുണ്ടായാലും, കോട്ടമുണ്ടായാലും, നേട്ടമുണ്ടായതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. അഹങ്ക വേണ്ട. ഞാനെന്തോ സംഭവമായത് കൊണ്ട്, ഞാനെന്തോ വലിയ ആളായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അനുഗ്രഹം കിട്ടിയതെന്ന ധാർഷ്ട്യം വേണ്ട. അഹങ്ക വേണ്ട, അഹങ്കാരം വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നാൽ, കുറവുകൾ വന്നാൽ, ദാരിദ്ര്യമുണ്ടായാൽ, സാമ്പത്തികമായ ഞെരുക്കമുണ്ടായാൽ ഞാൻ മോശക്കാരനാണെന്ന ചിന്ത വേണ്ട. കഴിഞ്ഞ മാസം നാം ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച നാമം മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവർകളുടെ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയി. ചരക്കുകളുമായി, നിങ്ങളുടെ കച്ചവട സാധനങ്ങളുമായി വന്ന നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയിട്ടുണ്ട്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ നെഞ്ചിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. കുറഞ്ഞ സമയം കഴിഞ്ഞു. മറ്റൊരാൾ വന്നിട്ട് മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് അയാൾ തന്നെ വന്നിട്ട് പറഞ്ഞു, മാറിപ്പോയതാണ്, അങ്ങയുടെ കപ്പലല്ല മുങ്ങിപ്പോയത്, മറ്റൊരു കപ്പലാണ്. അപ്പോഴും മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, അൽഹംദുലില്ലാ. ഇത് കണ്ട് മഹാനവർകളുടെ ശിഷ്യന്മാരായ ആളുകൾ ശൈഖ് ജീലാനി തങ്ങളോട് ചോദിച്ചു, മുങ്ങിയെന്ന് പറഞ്ഞപ്പോഴും അങ്ങ് അൽഹംദുലില്ലാ പറഞ്ഞു. ഇപ്പോൾ അത് അങ്ങയുടെ കപ്പലല്ല മുങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അങ്ങ് അൽഹംദുലില്ലാ പറഞ്ഞു. എന്താണ് അതിന്റെ കാരണമെന്ന് മഹാനായ തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നത്, അല്ലാഹു തആല എനിക്ക് തന്ന എന്റെ സമ്പാദ്യം, എന്റെ സമ്പത്ത് അത് മുങ്ങിയോ റബ്ബാണ്, അല്ലാഹുവിന്റെ ഖളാണ്. റബ്ബ് തീരുമാനിച്ചാൽ അത് മുങ്ങുക തന്നെ ചെയ്യും. ഞാൻ ആ സമയത്തെല്ലാം നെഞ്ചിൽ നിന്ന് കൈവച്ച് നോക്കിയതാണ്. അതല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള വിചാരം എന്റെ കൽപ്പിലുണ്ടോ? അത് കഴിഞ്ഞ് എന്റെ കപ്പലല്ല, വേറൊരു കപ്പലാണെന്ന് മുങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത് പടച്ച റബ്ബിന്റെ തീരുമാനം അത് എനിക്ക് തന്നെ തരണമെന്നുള്ളതാണ്. റബ്ബിന്റെ ഖദാഅാണ്, തീരുമാനമാണ്. അതിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. നഷ്ടം വന്നാലും ലാഭം വന്നാലും അത് റബ്ബിന്റെ ഖദാഅാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള ഈമാനികമായ കരുത്തുണ്ടോ എന്ന് ഞാൻ തന്നെ എന്നെ പരിശോധിച്ചതാണ് എന്ന് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, നാം ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറണം, പ്രതീക്ഷ നിറഞ്ഞവരാകണം. ഏത് പ്രയാസമുണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും നമുക്കതിലെല്ലാം ഒരു ആത്മവിശ്വാസം വേണം, ശുഭാപ്തി വിശ്വാസം വേണം. എന്റെ റബ്ബ് എന്നെ കൈവിടില്ലെന്ന പ്രതീക്ഷ വേണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഫഇദാ ഫറഗ്ത ഫൻസ്വബ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസമുണ്ടായാൽ അതിനോടൊപ്പം എളുപ്പമുണ്ടാകും. ആവർത്തിച്ചെന്ന് പറയാൻ പ്രതിസന്ധി ഉണ്ടോ അതോടൊപ്പം ആ പ്രതിസന്ധികളെയെല്ലാം ലഘൂകരിക്കുന്ന വലിയ ഒരു എളുപ്പം വരാനുണ്ട്. പ്രയാസമുണ്ടായാൽ അതിനോടൊപ്പം വലിയൊരു എളുപ്പമുണ്ട്. നഷ്ടമുണ്ടായാൽ അതിനോട് കൂടെ മറ്റൊരു ലാഭം വരാനുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ആവലാതിപ്പെടേണ്ട, ചടഞ്ഞിരിക്കേണ്ട. അടുത്ത മേഖലയുമായി അടുത്ത പ്രവർത്തന ഗോതയിലേക്ക് വേഗം ഇറങ്ങിക്കോളൂ, നിങ്ങൾ വ്യാപൃതരായിക്കോളൂ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമിതമായ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആറ് സൗറൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നേരെ മുന്നിലുണ്ട്, നേരെ മുകളിലുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ആവലാതിപ്പെടുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയേ അവരെങ്ങാനും ഒന്ന് താഴത്തിലേക്ക് നോക്കിയാൽ, താഴ്ന്നു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയേ. എന്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, ലാ തഹ്സൻ, അങ്ങ് ഖേദിക്കേണ്ട, അങ്ങ് പേടിക്കേണ്ട, പരിഭവം വേണ്ട, അവലാദിയും വേവലാദിയും വേണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും നമ്മളോട് ഉണ്ടായിരിക്കണം. ഒരു കാര്യത്തിൽ നമുക്ക് നിരാശയുടെ ആവശ്യമില്ല. നമ്മുടെ റബ്ബ് നമ്മോടൊപ്പമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നാം പ്രതീക്ഷയറ്റവരാകുന്നത്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരാകുന്നത്, ആത്മവിശ്വാസമില്ലാത്തവരാകുന്നത്? ആ റബ്ബിൽ പൂർണ്ണമായി തവക്കൽ ചെയ്ത് അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.